C Programming Lab for Complementary Paper. Dear students, today we will discuss about to find the trace of a square matrix. ഒരു സ്ക്വയർ മെട്രിക്സിനെ ട്രേസ് കാൽക്കുലേറ്റ് ചെയ്യുക. ട്രേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലീഡിങ് ഡയഗണൽ അതിൽ സമ്മാണ് ട്രേസ് എന്ന് പറഞ്ഞാൽ. സ്ക്വയർ മെട്രിക്സിന് ഉണ്ടായിരിക്കുള്ളൂ. എല്ലാ മെട്രിക്സും ഉണ്ടായില്ല, സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ട്രേസ് കാണാൻ കഴിയുള്ളൂ. നോക്കാം, ഇതാണ് അതിന്റെ സ്ട്രക്ചർ. മെട്രിക്സ് 3x3 മെട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ 5 - 1 7 ഇതാണ് ലീഡിങ് ഡയഗണൽ, മേജർ ഡയഗണൽ എന്നൊക്കെ പറയും. ലീഡിങ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഈ ഒരു ഡയഗണലിലെ വാല്യൂസ് ഇതിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുക. 5 - 1 + 7 5 - 1 + 7 which is equal to 11. ഈ നമ്പർ ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയി കിട്ടേണ്ടത്. സോഴ്സ് കോഡ് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h ഹാഷ് ഇൻക്ലൂഡ് conio.h void main int ഫസ്റ്റ് മെട്രിക്സ് റീഡ് ചെയ്യാം. അല്ലെ 10x10 മെട്രിക്സ് ആണ് റീഡ് ചെയ്യുന്നത്. അതുപോലെ മാക്സിമം അത്ര വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കാം. ji sum 0 0 m n ക്ലിയർ സ്ക്രീൻ. ഇതൊക്കെ എൻ്റർ ഓർഡർ മെട്രിക്സ്. ഫസ്റ്റിന്റെ ഓർഡർ റീഡ് ചെയ്യാണ്. m/n എന്ന് പറയല്ലേ, സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. അപ്പൊ അതിന്റെ തന്നെ റീഡ് ചെയ്തുകൊണ്ട് വാല്യൂസ് റീഡ് ചെയ്യുക. m/n 2x2 എന്നോ 4x4 എന്നോ 3x3 മെട്രിക്സ് റീഡ് ചെയ്യാം. എൻ്റർ എലമെന്റ്സ് മെട്രിക്സ് എലമെന്റ്സ് റീഡ് ചെയ്യുക. ഇതാണ് മെട്രിക്സ് എലമെന്റ്സ് റീഡ് ചെയ്യാനുള്ള സോഴ്സ് കോഡ്. ആ കോഡ് ഉപയോഗിച്ച് റീഡ് ചെയ്യുക. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അത് പ്രിന്റ് ചെയ്യാനുള്ള ഒരു കോഡാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ പ്രോഗ്രാംസിലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, മെട്രിക്സിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ മെട്രിക്സ് ഡാറ്റ റീഡ് ചെയ്യാണ്. ഇവിടെ ഡാറ്റ റീഡ് ചെയ്യുക, അതുപോലെ ജസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ മെട്രിക്സ് റീഡ് ചെയ്ത മെട്രിക്സ് എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്ത് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യണം. ഇപ്പൊ ഡയഗണൽ എലമെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് മാത്രം പിക്ക് ചെയ്യണം. ദാറ്റ് ഈസ് i = j എന്ന് പറഞ്ഞ കേസാണ് വരിക. അതായത് 1 1 2 2 3 3 4 4 അതാണ് ഡയഗണൽ എലമെന്റ്സിന്റെ ആ ഒരു പൊസിഷൻ. ദാറ്റ് ഈസ് i യും j യും ഈക്വൽ ആകും. അപ്പൊ ഓരോ മാട്രിക്സിന്റെ ഡാറ്റ റീഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് 4i = 0 j = 0 എന്ന് പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ മെട്രിക്സിന്റെ ഡാറ്റ റീഡ് ചെയ്യാൻ. ആ റീഡ് ചെയ്യുമ്പോൾ i = 0 എന്ന് പറഞ്ഞ കേസ്, i = j എന്ന് പറഞ്ഞ കേസ് വരുമ്പോൾ മാത്രം ആ വാല്യൂസ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. സം സം + a of ij, ആ രണ്ട് വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ ഡയഗണൽ എലമെന്റ്സ് മാത്രം കിട്ടും. ലീഡിങ് ഡയഗണൽ എലമെന്റ്സിന്റെ നമ്പേഴ്സ് മാത്രം കിട്ടും. കാരണം i യും j യും ഈക്വൽ ആകുമെന്ന് പറഞ്ഞാൽ i 1 1 2 2 3 3 ആ വാല്യൂസ് ആണ് കിട്ടുക. അങ്ങനെ വരുന്ന കേസിൽ മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു എക്സിക്യൂഷൻ നടക്കും. അത് സം = സം + a of ij. അതിനുശേഷം ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. സം പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. പ്രിന്റ് എഫിൽ സം പ്രിന്റ് ചെയ്യിപ്പിച്ചു. നോക്കാം, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓർഡർ നമ്മൾ 2x2 മെട്രിക്സ് കൊടുത്ത ഫസ്റ്റ് വൺ 2x2 മെട്രിക്സ്. ഓക്കെ 5 ഓക്കെ മെട്രിക്സ് ഉണ്ടോ 4 5 6 2. ഡയഗണൽ എലമെന്റ്സ് ഏതൊക്കെയാ, 4 ഉം 2 രണ്ടും ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടും അല്ലേ. 3x3 മെട്രിക്സ് നോക്കാം. 3x3 മെട്രിക്സ് 5 - 3 - 5 5 2 7 6 -4 -5 റീഡ് ചെയ്തു കണ്ടോ. മെട്രിക്സ് നോക്കിയേ, 5 - 3 - 5 5 2 7 6 -4 5. ലീഡിങ് ഡയഗണൽ ഏതൊക്കെയാ, 5 ഉം 2 ഉം -5. അത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 2 ആണ് കിട്ടുക. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.